ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നൊരു മീൻ കറിയാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ ഒരു ട്വിസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മൾ മുളകിട്ട മീൻ കറിയാണ് വെക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ പൊന്നാരയാണ് കേട്ടോ കിട്ടിയത്. ആദ്യം നമ്മൾ വാഷ് ബേസിലൊന്ന് ട്രൈ ചെയ്ത് നോക്കി, പക്ഷേ അതിൽ മീൻ ഒതുങ്ങുന്നില്ലായിരുന്നു. അതുകൊണ്ട് നമ്മളിത് പുറത്ത് കൊണ്ടുവന്ന് നന്നാക്കുന്നുണ്ട് കേട്ടോ. കുഞ്ഞിനൊരു എന്താ പറയണ, ഒരു നല്ല ഒരു കല എന്ന് പറയില്ലേ, നമ്മൾ എന്താ പറയുക, എന്ത് ചെയ്യുമ്പോഴും അതിൻ്റേതായ ഒരു നീറ്റ്നെസ് വേണമെന്ന് പറയില്ലേ. അപ്പോൾ കുഞ്ഞൻ മീനൊക്കെ നന്നാക്കുമ്പോഴത്തേന് അത്ര വൃത്തിയായിട്ടാണ് കേട്ടോ നന്നാക്കുന്നത്. ഞാനൊക്കെ നന്നാക്കിയിട്ടുണ്ടെങ്കിൽ ആകെപ്പാടെ ആ മീനിൻ്റെ ഷേപ്പ് തന്നെ പോകും കേട്ടോ. അപ്പോൾ കുഞ്ഞനാണെങ്കിൽ കട്ട് ചെയ്യുമ്പോഴാണെങ്കിലും അത് വയ്ക്കാനുള്ള രീതിയിൽ സ്ലൈസ് ചെയ്യുമ്പോഴാണെങ്കിലും അടിപൊളിയായിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും പറയും ഞാനിങ്ങനെ പൊക്കുന്നത് എന്താ പറയുക, പണി ചെയ്യിപ്പിക്കാനുള്ള ഇതാണ്. പക്ഷേ കുഞ്ഞിന് ഭയങ്കര, നമ്മൾ പറയില്ലേ, ഓരോ ജോലിയോട് ഒരു പാഷനുണ്ടെന്ന്, അതുപോലെയാണ് കേട്ടോ കുഞ്ഞിന് മീൻ പിടിക്കൽ, മീൻ വയ്ക്കൽ, മീൻ വെട്ടൽ ഒക്കെ ഒരു ഭയങ്കര ഒരു ക്രൈസാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നതൊക്കെ. അപ്പം അതെൻ്റെ ഒരു ഭാഗ്യം. അപ്പോൾ അതേ കുഞ്ഞിന് ആ മീനൊക്കെ നന്നായിട്ട് കഴുകിക്കൊണ്ട് വന്നുകൊണ്ട് തന്നെ അതായത് നമ്മുടെ ഇതിൻ്റെ അംശങ്ങളൊന്നുമില്ല, എന്താ ചോരയുടെ അംശങ്ങളൊന്നുമില്ല കേട്ടോ. അപ്പോൾ കുഞ്ഞിന് നല്ല തിന്നായിട്ട് മുറിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. കുഞ്ഞൻ മുറിക്കുന്നത് കാണാൻ തന്നെ ഒരു ഭംഗിയാണ് കേട്ടോ. നമ്മളത് എന്തോരം ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊന്നും ആവത്തൊന്നുമില്ല കേട്ടോ. ക്യാമറമാൻ ഉമയ്ക്കൊപ്പം കുഞ്ഞൻ. അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന കുഞ്ഞൻ്റെ പല രീതിയിലുള്ള കട്ടിങ് ആണ്. വീഡിയോയുടെ പേരിൽ കുഞ്ഞിനെ ഞാൻ ബുദ്ധിമുട്ടിക്കുന്നു എന്നാണ് എല്ലാവരും പറയുന്നത്. ഇതൊക്കെ ഒരു ബുദ്ധിമുട്ടാണ് ഗൈസ്. ഒരു പാഷനാണ് കുഞ്ഞിന്. അപ്പം നല്ല സുന്ദരം കഷ്ണങ്ങളായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ എന്ത് ഭംഗിയാന്ന് നോക്കിയാൽ കഷ്ണിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതേ കുഞ്ഞൻ നന്നായിട്ട് കഷ്ണിച്ച് തന്നത് ഞാൻ കഴുകി വാരി എടുക്കുകയാണ് കേട്ടോ. അപ്പം നന്നായിട്ട് കഴുകി പുറത്തുനിന്ന് നമ്മൾ കൊണ്ടുവന്നുകൊണ്ട് അങ്ങനെ ഒരുപാട് ഇങ്ങനെ ചോരയുടെ അംശം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അപ്പം നന്നായിട്ട് പെട്ടെന്ന് കഴുകിയെടുക്കാൻ പറ്റും. പിന്നെ ഇതേ നമ്മൾ ചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. മീൻ ചട്ടി, നമ്മുടെ മൺചട്ടി നമ്മുടെ കൊള്ളത്തില്ല, കാരണം ഈ മീൻ കറി വയ്ക്കാൻ അത്രയും പറ്റില്ല, ഒരു ചെറിയ ചട്ടിയാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് ഇൻഡാലിയത്തിൻ്റെ ഒരു ചട്ടിയാണ് വെച്ചിരിക്കുന്നത്. എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കടുകും ഉലുവയിട്ട് പൊട്ടിച്ചിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. കുഞ്ഞിനിങ്ങനെ വീഡിയോ എടുക്കുമ്പോഴത്തേനും ഇത് ഇങ്ങനെയൊക്കെ ആട്ടോ എടുക്കുകയുള്ളൂ. അപ്പോൾ ഞാനും കുഞ്ഞിനും കൂടെ അവിടെ അടിയാവും കേട്ടോ. കാരണം എനിക്ക് കിട്ടേണ്ട രീതിയിൽ, അതായത് നമ്മൾ ഇച്ചിരിയും കൂടെ എന്താ പറയുക, ക്ലോസപ്പ് ആയിട്ട് എടുക്കാനാണ് ഉദ്ദേശിച്ചത്. പക്ഷേങ്കിൽ കുഞ്ഞിന് അങ്ങനെയാണ് എടുത്തത്. അപ്പം ഞാൻ പറഞ്ഞില്ലേ ഓരോരുത്തർക്കും ഓരോ കഴിവുണ്ടെന്ന്. അപ്പോൾ എൻ്റെ ഒരു ചെറിയൊരു കഴിവനുസരിച്ചാണ് ഞാൻ വീഡിയോസൊക്കെ എടുക്കുന്നത് കേട്ടോ. പിന്നെ നമ്മളിതേ തേങ്ങ ഇട്ട് കൊടുത്തൊന്ന് മുരിച്ചെടുത്തിട്ടുണ്ട്. മുരിച്ചെന്ന് പറഞ്ഞാൽ ഒന്ന് നന്നായിട്ട് മൂത്ത് വരാൻ വെയിറ്റ് ചെയ്യുക. മൂത്ത് വന്നതിന് ശേഷം നമ്മൾ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കരിയാപ്പില ഇടണം കേട്ടോ. കരിയാപ്പില ഇടാൻ മറന്നു പോയതല്ല, നമ്മൾ രാത്രിയിലാണ് കറി വയ്ക്കുന്നത് കൊണ്ട് കരിയാപ്പില പറിക്കാൻ പോയില്ല കേട്ടോ. പിന്നെ നമ്മുടെ ചതച്ച വറ്റൽമുളകാണ് ഇട്ടത്. അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. നമ്മൾ ചേർത്ത് വെച്ച നമ്മുടെ മഞ്ഞപ്പൊടിയും മുളക് പൊടിയും കൂടെ ഒന്ന് വെള്ളത്തിൽ ചാലിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് നമ്മൾ വെള്ളത്തിലൊന്ന് കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മളിതേ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നോടെ ഒന്ന് എണ്ണ തെളിയുന്നോടെ വരെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ എണ്ണ തെളിഞ്ഞ് വരുമ്പോഴാണ് അതിൻ്റെ പാകം ആയി എന്ന് മനസ്സിലാവണം കേട്ടോ. അപ്പോൾ നമ്മളിതേ പുളിവെള്ളം ഒഴിക്കുകയാണ്. 2-3 ചോള പുളി എടുത്തിട്ട് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആ പുളിവെള്ളവും കൂടെ അതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതേ തീയൊക്കെ നന്നായിട്ട് കത്തുന്നുണ്ട്. പിന്നെ നമ്മുടെ അടുപ്പിൽ ഉണ്ടാക്കുന്ന കറികൾക്കൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഈ വിറകടുപ്പിലുണ്ടാക്കുന്ന കറികൾക്കൊക്കെ ഭയങ്കര ടേസ്റ്റാണ് അല്ലേ. അപ്പോൾ അതേ നമ്മളിതേ മീനുകളൊക്കെ നമ്മുടെ വെള്ളം തിളച്ച് വരുമ്പോഴത്തേനും നമ്മൾ മീനുകളൊക്കെ പറക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതേ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലും ദേ എണ്ണ ഇങ്ങനെ പാറി വരുമ്പോഴത്തേനും ഏകദേശം നമുക്ക് വാങ്ങാറായ ഒരു പരുവായിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഉപ്പും പുളിയും ഒക്കെ പാകത്തിനാണോ എന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് വാങ്ങാം കേട്ടോ. അപ്പോൾ ഇതിലെന്തോ ഒരു ട്വിസ്റ്റ് എന്ന് ഞാൻ ആദ്യം പറഞ്ഞോന്നറിയത്തില്ല. ഇതിലൊരു ട്വിസ്റ്റ് ഉണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീൻകറിയൊക്കെ അടിപൊളിയായിരുന്നു, പക്ഷേങ്കിൽ എരിവ് ഭയങ്കര കൂടുതലായിരുന്നു. അതുകൊണ്ട് നമ്മൾ ലാസ്റ്റ് തേങ്ങാപ്പാലും കൂടെ പിഴിഞ്ഞൊഴിച്ച് ഒന്ന് എന്താ പറയുക, എരിവൊന്ന് ബാലൻസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടിപൊളി മീൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ മുളക് കറിയാണ് ഉദ്ദേശിച്ചത്, പക്ഷേങ്കിൽ എരിവ് കൂടി പോയതുകൊണ്ട് നമ്മൾ തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചു കേട്ടോ. അപ്പോൾ അത്ര സ്റ്റെപ്പ് നമ്മൾ പക്കയാണ്. അപ്പോൾ നിങ്ങൾ എരിവൊക്കെ നോക്കിയിട്ട് കറി വയ്ക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ പുന്നാര മീൻ കറി റെഡി ആട്ടോ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇതിൻ്റെ ഇറച്ചിക്ക്.
അതായത് അതിൻ്റെ ഫ്ലഷ് അങ്ങനെയൊക്കെ പറയില്ലേ. അപ്പോൾ അടിപൊളി രുചിയാണ്. നമ്മുടെ കുത്തിരി ചോറിൻ്റെ കൂടെയും നല്ല പുട്ടിൻ്റെ കൂടെയും നല്ല കപ്പയുടെയൊക്കെ കൂടെ അടിപൊളിയായിട്ട് പോകുന്ന ഒരു മീൻകറിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങളിങ്ങനെയൊക്കെ ആയിരിക്കും ട്രൈ ചെയ്യുന്നത്, പക്ഷേ എൻ്റെ രീതി ഒന്ന് ഞാൻ കാണിച്ചു തന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്ര ഉള്ളൂ വീഡിയോ. പിന്നെ ഈ ഒരു മെസ്സേജ് എന്ന് പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഒരു കൂട്ടുകാരത്തി കഴിഞ്ഞൊരു വീഡിയോയിൽ ഇട്ട മെസ്സേജാണ് കേട്ടോ. വാട്സപ്പിലൂടെ എനിക്ക് മെസ്സേജ് ഇട്ടതാണ്, മീൻകറി ഞാൻ അങ്ങനെ വെച്ചു, കുട്ടികൾക്കൊക്കെ ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇങ്ങനത്തെ മെസ്സേജൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. അപ്പം വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു.